ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളൊരു യാത്രയിലോട്ടാണെന്ന്. അതെ, ട്രിവാൻഡ്രം ജില്ലയിലെ പഴനി എന്നറിയപ്പെടുന്ന ബാലരാമപുരത്തിനും കാട്ടാക്കടയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എഴുത്താവൂർ എന്ന ക്ഷേത്രത്തിലോട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഞാനും ഹസ്ബൻഡും മൂത്ത മോനുമായിട്ടാണ് ഈ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ഹസ്ബൻഡ് കൈയെടുത്ത് കാണിച്ചു തരുന്നത് ക്ഷേത്രമാണ്. ക്ഷേത്രം നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാട്ടാക്കടയ്ക്കും ബാലരാമപുരത്തും ഇടയിലാണ്. ഞങ്ങളുടെ വീട് മാറനല്ലൂരാണ്. മാറനല്ലൂരിൽ നിന്ന് ബാലരാമപുരം പോണ റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് പൂജാ സാധനങ്ങൾ, അതായത് തട്ടപൂജയ്ക്കുള്ളതും ഹാരമായാലും എന്ത് സാധനം വേണമെങ്കിലും താഴെ നിന്ന് മേടിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ സ്റ്റെപ്പ് കയറി പോകേണ്ടതാണ്. ഞങ്ങൾ പോയ ദിവസം സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ്. കുഞ്ഞു വാവയുള്ളതുകൊണ്ട് അതിന് സാധിച്ചില്ല. ഒരുപാട് പ്രാവശ്യം പോകണമെന്ന് പ്ലാൻ ചെയ്ത സ്ഥലമായിരുന്നു ഇത്. പക്ഷേ ഇതുവരെ പോകാൻ സാധിച്ചില്ല. ഇന്ന് പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ എത്ര സ്റ്റെപ്പ് കയറിയാലാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റുക എന്നുള്ളത്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 423 സ്റ്റെപ്പ് കയറിയാലാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഓരോ സ്റ്റെപ്പിലും ഓരോ വ്യക്തിയുടെ പേര് എഴുതി വച്ചിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പും ഓരോ വ്യക്തികൾ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. സുരേഷ് ഗോപിയാണ് ഈ സ്റ്റെപ്പ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലോട്ടുള്ള സ്റ്റെപ്പ് കയറി ഞങ്ങൾ പകുതിയോളം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് താഴത്തോട്ടുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അതിമനോഹരമാണ്. കുറച്ചും കൂടെ നേരത്തെ, അതായത് ഇത്തിരിയും കൂടെ വെയിലിനാവുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മഞ്ഞും ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. ഇപ്പോൾ കുറച്ച് വെയിലായിട്ടുണ്ട്, എന്നാലും ഇവിടെ നിന്നൊന്ന് താഴോട്ട് നോക്കാൻ നല്ലൊരു പ്രത്യേക ഒരു വൈബും നല്ലൊരു കാഴ്ചയാണ്. ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു മടങ്ങുന്നവരെയും ഇടയ്ക്ക് വിശ്രമിക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ ഇടയ്ക്ക് വെടി വഴിപാട് നടത്തുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ കേട്ടില്ലേ പാട്ട്? ഇത് സ്റ്റെപ്പ് കയറിയ ടൈം മുതലേ ക്ഷേത്രത്തിൽ ഇട്ടിരിക്കുന്ന പാട്ടാണ്. ഈ പാട്ടും സൈഡിലെ വ്യൂവും സ്റ്റെപ്പും, ഈ സ്റ്റെപ്പ് കയറുന്നതേ നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് ആ മുരുകൻ്റെ പാട്ട് കേൾക്കാനും ഒന്ന് ആസ്വദിച്ച് കയറുന്നവർക്ക് സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തല മുണ്ടനം ചെയ്യാൻ വരുന്ന ആളുകൾ കൂടുതലുണ്ടായിരുന്നു. ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കൗണ്ടറുണ്ട്. രസീത് എഴുതാനും അർച്ചന എഴുതാനും വഴിപാടുകൾ നടത്താനും എല്ലാത്തിനുമുള്ള കൗണ്ടറാണ്. അവിടെ തന്നെ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ണിയപ്പം പ്രസാദമായിട്ട് വാങ്ങാവുന്നതാണ്. എനിക്ക് തട്ടപൂജയ്ക്കുണ്ടായിരുന്നു. തട്ടപൂജയ്ക്കും അർച്ചനയ്ക്കും ഉണ്ടായിരുന്നു. രസീറ്റ് എഴുതി ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിച്ചു. അവിടെ ചെന്ന് അർച്ചനയൊക്കെ കഴിച്ചു പ്രസാദമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പമാണ് കേട്ടോ. ഒരു പാക്കറ്റ് ഉണ്ണിയപ്പത്തിന് 20 രൂപ. ഞാൻ അങ്ങനെ 3 പാക്കറ്റ് ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തല മുണ്ടനം ചെയ്യും കേട്ടോ. 7 മണി തൊട്ട് 10 മണി വരെ ടൈമുണ്ട്. അതിനിടയിൽ വന്നാൽ ഇവിടെ തല മുണ്ടനം ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.